നമുക്കിനി പഠിക്കാനുള്ളത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവുമാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാം ഭാഗത്തിൽ ഒറ്റ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ഒരു ക്ലോസ് സ്റ്റോക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത് ക്ലോസ് സ്റ്റോക്ക് കൂടാതെ എക്സ്പെൻസുകൾ ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസുകൾ പ്രീപെയ്ഡ്, അതുപോലെ ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, പിന്നെ ഡിപ്രീസിയേഷൻ. ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മളിത് രണ്ട് ഭാഗവും കൂടെ ഒരുമിച്ചാണ് പഠിച്ചു പോകുന്നത്. കാരണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ച് പഠിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട, നമുക്ക് രണ്ട് ഭാഗം കൂടെ ചേർത്ത് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ചേർത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രയൽ ബാലൻസ്. നിങ്ങൾ ട്രയൽ ബാലൻസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ട്രയൽ ബാലൻസിന് ഏതെല്ലാം കോളങ്ങളുണ്ടായിരിക്കും, ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ ഏതെല്ലാം ഐറ്റങ്ങളുണ്ടായിരിക്കും, ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ഏതെല്ലാം ഐറ്റങ്ങളുണ്ടായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ഒന്നുകൂടെ ഒരു 2-3 മിനിറ്റ് ഞാൻ പറഞ്ഞു തരുന്നു. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് prepared on a particular date, usually at the end of an accounting year, to test the arithmetical accuracy of accounting. കണക്കിൻ്റെ കൃത്യതയെ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ട്രേഡർ ഒരു ട്രേഡിംഗ് പീരീഡിൻ്റെ എൻഡിൽ എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാം. ആണ് പർട്ടിക്കുലർ ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ സാധാരണ തയ്യാറാക്കുന്നത് ഒരു വ്യാപാര വർഷത്തിൻ്റെ അല്ലെങ്കിൽ കച്ചവട വർഷത്തിൻ്റെ അവസാനമായിരിക്കും. എന്തിനു വേണ്ടി? നമ്മൾ എഴുതിയ അക്കൗണ്ടുകളുടെ ഒരു സൂക്ഷ്മ പരിശോധന, എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടോ, ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, അതിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസിയെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ശിഷ്ടസൂചിക എന്ന് പറയുന്നത്. ഇതിൻ്റെ മലയാളം ശിഷ്ടസൂചിക എന്നാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത് അരിത്തമെറ്റിക്കൽ ആക്യുറസിയെ, കണക്കിൻ്റെ കൃത്യതയെ പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതൊരു അക്കൗണ്ട് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രയൽ ബാലൻസ് ഇസ് എ ഡാഷ്. ഒബ്ജക്റ്റീവ് ടേബിളിൽ ചോദിക്കും അക്കൗണ്ട് എന്ന് കണ്ടാൽ എഴുതരുത്, എന്തെന്നെഴുതണം? ഒരു സ്റ്റേറ്റ്മെന്റ് എന്നൊരു ആൻസർ കാണും, അതെടുത്ത് എഴുതണം. അപ്പോൾ ഒരു ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാനം ഒരു ട്രേഡർ കണക്കിൻ്റെ സൂക്ഷ്മതയെ കൃത്യതയെ പരിശോധിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ശിഷ്ടസൂചിക എന്ന് പറയുന്നു. അപ്പോൾ എക്സാമിനേഷന് ഇപ്പോൾ ഫോക്കസ് ഏരിയയിൽ വന്നപ്പോൾ ട്രയൽ ബാലൻസ് ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പഠിക്കണം. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിലും നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ട്രയൽ ബാലൻസ് തന്നേക്കും. അതിൽ നിന്നാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ട്രയൽ ബാലൻസാണ്, അതുകൊണ്ട് എഴുതാൻ പാടില്ല. അപ്പോൾ തന്നെ ഞങ്ങളങ്ങ് പഠിക്കും. എന്നാലും ഒരു ചെറിയ ട്രയൽ ബാലൻസ് നമ്മളിപ്പോൾ തയ്യാറാക്കുവാൻ പഠിക്കുന്നു. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ട്രയൽ ബാലൻസിൻ്റെ ബോർഡിലോട്ട് നോക്കുക. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രയൽ ബാലൻസിന് പർട്ടിക്കുലേഴ്സ് കോളം, ഒരു ലെഡ്ജർ ഫോളിയോ കോളം, ഒരു ഡെബിറ്റ് എമൗണ്ട് കോളം, ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളം, ഇത്ര മാത്രമേ ഉള്ളൂ. അക്കൗണ്ട് ആണെങ്കിൽ 2 സൈഡുകൾ ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത് ഒരു അക്കൗണ്ട് അല്ല, സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ കാരണം. ട്രയൽ ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ആണ്. പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് എമൗണ്ട് കോളം, ക്രെഡിറ്റ് എമൗണ്ട് കോളം. അപ്പോൾ ഇനി എങ്ങനെ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നു? നിങ്ങൾ പഠിച്ചതാണ്. നിങ്ങൾ ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞു, ബാലൻസുകളെല്ലാം എഴുതി ബ്രോഡ് ഡൗൺ ചെയ്തെഴുതിയിട്ടുണ്ട്. ബാലൻസുകളിൽ ഡെബിറ്റ് സൈഡിന് ബ്രോഡ് ഡൗൺ ചെയ്തു, ക്രെഡിറ്റ് സൈഡിന് ബ്രോഡ് ഡൗൺ ചെയ്തതുണ്ട്. അപ്പോൾ ഡെബിറ്റ് സൈഡിന് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്ന എമൗണ്ടുകളെല്ലാം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതണം. ലെഡ്ജർ പോസ്റ്റിംഗിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന്, അതായത് അവസാനം എഴുതുന്നത് ബാലൻസ്, അതായത് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തിരിക്കുന്ന എമൗണ്ട് എവിടെയാണോ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ആണെങ്കിൽ അത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എടുത്തെഴുതണം. ഇങ്ങനെ ഓരോ ബാലൻസുകളും എടുത്ത് നമ്മൾ
അതിന്റെ ഐറ്റം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ വരുന്നു. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ്, സെയിൽസ് ആണെങ്കിൽ സെയിൽസ്, റെന്റ് ആണെങ്കിൽ, വേജസ് ആണെങ്കിൽ, അഡ്വർടൈസിംഗ് ആണെങ്കിൽ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ആണെങ്കിൽ, ഫർണിച്ചർ ആണെങ്കിൽ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ, ഏതെല്ലാം ഐറ്റങ്ങളുണ്ടോ അതെല്ലാം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുന്നു. അതിന്റെ എമൗണ്ടുകൾ, ഡെബിറ്റ് ബാലൻസ് ഉള്ള എമൗണ്ടുകളെല്ലാം ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള എമൗണ്ടുകളെല്ലാം ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലും രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തിയതിനു ശേഷം ഇത് ടോട്ടൽ ചെയ്ത് നോക്കുന്നു. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് എമൗണ്ട് കോളവും തുല്യമാകണം. തുല്യമായില്ല എങ്കിൽ നമ്മൾ എഴുതിയതിൽ എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. ഒന്നുകിൽ ജേണൽ എൻട്രിയിലായിരിക്കാം, അല്ലെങ്കിൽ ലെഡ്ജർ പോസ്റ്റിംഗിലായിരിക്കാം. എവിടെയോ മിസ്റ്റേക്ക് സംഭവിച്ചു. അതിനാണ് ഞാൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ചത്. പക്ഷേ അതിലെ തിയറി മാത്രമേ ഇപ്പൊ ഫോക്കസിൽ പഠിക്കാനുള്ളൂ, പ്രോബ്ലം പഠിക്കേണ്ട. അവ ശ്രദ്ധിക്കുക. ട്രയൽ ബാലൻസിന്റെ രണ്ട് എമൗണ്ട് കോളവും തുല്യമാകാതെ വന്നാൽ നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ട്രയൽ ബാലൻസിന്റെ രണ്ട് എമൗണ്ട് കോളം തുല്യമായാലും ചില സാഹചര്യത്തിൽ ചില ചെറിയ എററുകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതവിടെ ഒരു 99% ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് എമൗണ്ട് കോളവും തുല്യമായാൽ നമ്മൾ എഴുതിയതെല്ലാം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ 1% ബാലൻസ് കിടക്കും എപ്പോഴും. അത് ചില മിസ്റ്റേക്കുകൾ ഉണ്ടായാലും ട്രയൽ ബാലൻസിന്റെ രണ്ട് എമൗണ്ട് കോളവും തുല്യമാകും. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പഠിപ്പിക്കുകയാണ്. ട്രയൽ ബാലൻസ് എങ്ങനെ തയ്യാറാക്കുന്നു? അസറ്റുകൾ, എക്സ്പെൻസുകൾ ശ്രദ്ധിച്ചിരിക്കണം. അസറ്റുകളും എക്സ്പെൻസുകളും ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വേണം എഴുതാനുള്ളത്. മറന്നു വരുന്നത്. എക്സ്പെൻസുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, വേജസ്, സാലറി അങ്ങനെ പറയുന്ന എക്സ്പെൻസുകൾ. അസറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ക്യാഷ്, ക്യാഷ് അറ്റ് ബാങ്ക്, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, ഇൻടാഞ്ചിബിൾ അസറ്റായ ഗുഡ് വിൽ, ഇതുപോലുള്ള അസറ്റുകളെല്ലാം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. അതുപോലെ എക്സ്പെൻസുകളെല്ലാം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. കൂടാതെ വരുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ആയിരിക്കും. ഡ്രോയിങ്സ് പ്രൊപ്പറേറ്റർ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സാധനങ്ങളോ ക്യാഷോ എടുത്തു കൊണ്ടുപോയാൽ അതിനെ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. ആ ഡ്രോയിങ്സും ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. കൂടാതെ വരുന്നത് ഒരു സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നതാണ്. സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ വേർഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്നു. ഇത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ കുറെ ഐറ്റങ്ങൾ തന്നിട്ട് ട്രയൽ ബാലൻസ് നിങ്ങളുടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തയ്യാറാക്കുവാൻ ഒരു പ്രയാസവുമില്ല. അസറ്റുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം, എക്സ്പെൻസുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാൻ കഴിയും. അതിൽ അധികമായിട്ട് വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡ്രോയിങ്സും ഒരു സെയിൽസ് റിട്ടേണുമാണ് അധികമായിട്ട് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് വരുന്നു. ഇനി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ എന്ത് വരും? ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ അസറ്റും എക്സ്പെൻസുകളും വരുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ലൈബിലിറ്റി, ബാധ്യതകൾ, ലൈബിലിറ്റിയും ഇൻകവും കൂടാതെ ഒരു ഐറ്റം വരുന്നത് പർച്ചേസസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരും. ആ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നത് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺ, ബിൽസ് പേയബിൾ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ലൈബിലിറ്റി, ഇതുപോലുള്ള ലൈബിലിറ്റികളെല്ലാം ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരും. കൂടാതെ ഇൻകം വരും. ഇൻകം വരുന്ന ഏതൊക്കെ? സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. ആ സെയിൽസ് വരും. കൂടാതെ റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരും. കൂടാതെ ഒരു ഐറ്റം ഓർത്തോളണം, ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്ന ഒരു പ്രത്യേക ഐറ്റം പർച്ചേസസ് റിട്ടേൺ ആണ്. ഒരു പ്രത്യേക ഐറ്റം പർച്ചേസസ് റിട്ടേൺ ട്രയൽ ബാലൻസിന്റെ
ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നു. ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കാം. ഉടനെ തന്നെ തയ്യാറാക്കാം. അത് നിങ്ങൾ എഴുതിക്കൊള്ളണം. ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഐറ്റങ്ങൾ എഴുതിക്കൊള്ളണം. എന്നിട്ട് ഞാൻ ട്രയൽ ബാലൻസ് തയ്യാറാക്കി കാണിച്ചു. ശ്രദ്ധിച്ചോളണം. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്ന ഐറ്റങ്ങൾ അസറ്റുകളും എക്സ്പെൻസുകളും, സ്വത്തുക്കളും ചെലവുകളും. കൂടാതെ വരുന്ന ഐറ്റം ഒരു ഡ്രോയിങ്സും ഒരു സെയിൽസ് റിട്ടേണും. മറന്നു പോരുത്, ഒരു ഡ്രോയിങ്സും ഒരു സെയിൽസ് റിട്ടേണും. ഇനി ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നത് ലയബിലിറ്റീസും ഇൻകവും. ലയബിലിറ്റീസും ഇൻകവും. കൂടാതെ ഒരു ഐറ്റം എന്ന് പറയുന്നത് പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേഡ് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ വരുന്നു. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ പഠിക്കുന്നു. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നു. ട്രയൽ ബാലൻസ് എങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നു എന്നുള്ളതിനൊരു ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നു. ട്രയൽ ബാലൻസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ കഴിയും? പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ, പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നു. ആ ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ പഠിപ്പിക്കുകയാണ്. ഞാൻ ഓരോ ഐറ്റമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് എന്നെഴുതുക. ട്രയൽ ബാലൻസ്, പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 2013. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 2013. ഐറ്റങ്ങൾ ഓരോന്ന് ഐറ്റങ്ങൾ എഴുതുക. എഴുതിയതിനു ശേഷം അതിൽ നിന്ന് നമുക്ക് ട്രയൽ ബാലൻസ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ അതിൽ നിന്ന് തന്നെ ഐറ്റങ്ങൾ എടുത്ത് ഞാൻ എങ്ങനെ എഴുതുമെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങ് എഴുതിയെടുത്തോളണം. അപ്പോൾ ഓരോ ഐറ്റമായിട്ട് പറയുകയാണ്. പർച്ചേസസ് റുപ്പീസ് 1,00,000. സെയിൽസ് റുപ്പീസ് 2,00,000. കോമയിട്ട് കോമയിട്ട് സെമി കോളായിട്ട് എഴുതി പോയാലും മതി. അടുത്ത ഡെറ്റേഴ്സ് റുപ്പീസ് 80,000. ഡെറ്റേഴ്സ് റുപ്പീസ് 80,000. അടുത്ത ക്രെഡിറ്റേഴ്സ് റുപ്പീസ് 60,000. 60,000. ക്രെഡിറ്റേഴ്സ് റുപ്പീസ് 60,000. നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദീകരിക്കാനൊന്നും സമയം പാഴിക്കളയണ്ട എന്ന് വിചാരിച്ചത്. കാരണം ട്രയൽ ബാലൻസ് ഭംഗിയായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചതാണ്. എന്നാലും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് തുടക്കമായതുകൊണ്ട് ഒന്നും കൂടെ പറഞ്ഞു തരുന്നു. ക്രെഡിറ്റേഴ്സ് റുപ്പീസ് 60,000. അടുത്തത് ഇൻഷുറൻസ് പെയ്ഡ്. ഇൻഷുറൻസ് പെയ്ഡ് റുപ്പീസ് 5,100. ഇൻഷുറൻസ് പെയ്ഡ് റുപ്പീസ് 5,100. അടുത്തത് വേജസ് റുപ്പീസ് 10,000. വേജസ് റുപ്പീസ് 10,000. നെക്സ്റ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റുപ്പീസ് 2,00,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റുപ്പീസ് 2,00,000. അടുത്തത് ഫർണിച്ചർ റുപ്പീസ് 30,000. ഫർണിച്ചർ റുപ്പീസ് 30,000. ഫർണിച്ചർ റുപ്പീസ് 30,000. നെക്സ്റ്റ് ക്യാഷ് ഇൻ ഹാൻഡ് റുപ്പീസ് 1,12,900. 1,12,900. അടുത്ത ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 30,000. ഓപ്പണിംഗ് സ്റ്റോക്ക് റുപ്പീസ് 30,000. അടുത്ത ക്യാപിറ്റൽ റുപ്പീസ് 3,00,000. ക്യാപിറ്റൽ റുപ്പീസ് 3,00,000. 3,00,000. അടുത്തത് കമ്മീഷൻ റിസീവ്ഡ് റുപ്പീസ് 8,000. കമ്മീഷൻ റിസീവ്ഡ് റുപ്പീസ് 8,000. തീർന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി ട്രയൽ ബാലൻസ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ് എങ്ങനെ തയ്യാറാക്കാം. ഞാൻ ഒന്നുകൂടെ പറയുന്നു. ട്രയൽ ബാലൻസ് ഇതേപോലെ വരയ്ക്കുക. ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 മാർച്ച് 31
2013 ഇതേപോലെ വരച്ച് ഇതേപോലെ ഹെഡിങ് എല്ലാം എഴുതണം. കാണാമല്ലോ. പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ ഫോളിയോ കോളം, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഒരു കാര്യം കൂടെ നമ്മളെ സൂചിപ്പിക്കുന്നു. നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ ട്രയൽ ബാലൻസ് തരുമ്പോൾ ഈ ലെഡ്ജർ ഫോളിയോ കോളം ഒഴിവാക്കിയാണ് തരുന്നത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനിലും പബ്ലിക് എക്സാമിനേഷൻ്റെ ആയാലും ഏത് ക്വസ്റ്റ്യൻ ആയാലും നോക്കിയാൽ ലെഡ്ജർ ഫോളിയോ കോളം ഒഴിവാക്കും. ഞാൻ ലെഡ്ജർ ഫോളിയോ കോളം വരയ്ക്കുവാൻ കാരണം നിങ്ങൾക്കൊരു ട്രയൽ ബാലൻസ് തയ്യാറാക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലെഡ്ജർ ഫോളിയോ കോളം വരച്ച് കാണിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി ഒരു മാർക്ക്. അതുകൊണ്ടാണ് ഞാൻ ലെഡ്ജർ ഫോളിയോ കോളം കൂടെ വരയ്ക്കുന്നത്. സാധാരണ ക്വസ്റ്റ്യൻ ലെഡ്ജർ ഫോളിയോ കോളം കാണുകയില്ല. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്ന ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുവാൻ തരുന്ന ക്വസ്റ്റ്യനിൽ ലെഡ്ജർ ഫോളിയോ കോളം കാണുകയില്ല. പക്ഷേ നമ്മളടുത്തൊരു ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ തന്നെ ചെയ്യണം. ലെഡ്ജർ ഫോളിയോ കോളം പ്രൊവൈഡ് ചെയ്യണം. അതിനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ വരയ്ക്കുക. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ഈ ഐറ്റങ്ങൾ നമ്മളെടുത്തു ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ പോവുകയാണ്. ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ ഒന്നുകൂടെ പറയുന്നു. ട്രയൽ ബാലൻസിന് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു അക്കൗണ്ട് അല്ല. ഒരു പ്രത്യേക ദിവസം, ഒരു ട്രേഡിംഗ് പീരീഡിന്റെ എൻഡിൽ, ഒരു വ്യാപാര വർഷത്തിന്റെ അവസാനം ഒരു ട്രേഡർ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ ശിഷ്ട സൂചിക എന്ന് പറയുന്നത്. തയ്യാറാക്കുവാൻ പോകുന്നു. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ അസറ്റുകളും എക്സ്പെൻസും ഡ്രോയിങ്സും സെയിൽസ് റിട്ടേണും മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഓരോന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഓരോ ഐറ്റങ്ങൾ വായിച്ചു നോക്കി. ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ലൈബിലിറ്റിയും ഇൻകവും അതുപോലെ തന്നെ പർച്ചേസസ് റിട്ടേണും മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ഓരോന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് അതേപോലെ എഴുതി പോകാം. ആദ്യത്തെ ഐറ്റം പർച്ചേസസ് തന്നെയല്ലേ. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസാണ്. പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ റീസെയിലിന് വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നത് നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻസാണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എഴുതുന്നു പർച്ചേസസ്. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ പർച്ചേസസ്. എമൗണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 1,00,000. ലെഡ്ജർ ഫോളിയോ കോളം ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നാൽ മതി. 1,00,000 എഴുതി. അടുത്ത ഐറ്റം തന്നിരിക്കുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എഴുതാം. സെയിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻകമാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻകമാണ്. സെയിൽസ് നടത്തുമ്പോൾ നമുക്ക് ലാഭമുണ്ടാകുന്നു. അതൊരു വരുമാനമാണ്, ഒരു വരവാണ്. അതുകൊണ്ട് വരവുകളെല്ലാം എഴുതുന്നത് ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ്. അവിടെ 2,00,000 നിരപ്പിന് കാണിക്കാം. 2,00,000 അത്. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പണം തരാനുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, നമുക്ക് ഇങ്ങോട്ട് പണം തരാനുള്ള, പണമോ സാധനങ്ങളോ തരുവാനുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളെ എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച് എന്താണ്? അസറ്റാണ്. അസറ്റുകൾ രേഖപ്പെടുത്തുന്ന കോളം ഡെബിറ്റ് എമൗണ്ട് കോളം. അപ്പൊ ഡെറ്റേഴ്സ് എഴുതുന്നു. ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിന്റെ എമൗണ്ട് 80,000 എഴുതി. അടുത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. നമ്മൾ ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും സ്ഥാപനത്തിനോ മൂല്യമുള്ള എന്തെങ്കിലും കൊടുക്കുവാനുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ, ആ വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. ഒന്നിലധികം ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് ലൈബിലിറ്റിയാണ്. ലൈബിലിറ്റി എഴുതുന്ന കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളമാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതുന്നു. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് 60,000. അടുത്തത് ഇൻഷുറൻസ് പെയ്ഡ്. ഇൻഷുറൻസ് പ്രീമിയം അടച്ചു, ചെലവാണ്. എക്സ്പെൻസുകൾ എഴുതുന്ന കോളം ഡെബിറ്റ് എമൗണ്ട് കോളം. ഇൻഷുറൻസ്. ഇൻഷുറൻസ്. ഇൻഷുറൻസ് എഴുതുന്നു 5,100. അടുത്തത് വേജസ് ആണ്. വേജസ് എന്ന് പറയുന്നതും എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് എമൗണ്ട് കോളം. വേജസ്
എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ 10,000. അടുത്തത് 10,000. അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റുകൾ എഴുതുന്ന കോളം ഡെബിറ്റ് എമൗണ്ട് കോളം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ലക്ഷം. 2 ലക്ഷം. അടുത്ത ഫർണിച്ചർ ആണ്. ഫർണിച്ചറും അസറ്റാണ്, അതുകൊണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളം. ഫർണിച്ചർ ഫർണിച്ചർ 30,000. അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് അസറ്റാണ്, ഡെബിറ്റ് എമൗണ്ട് കോളം. ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് 1,12,900. അടുത്തത് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക്, അതുകൊണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളം 30,000. അടുത്തത് ക്യാപിറ്റൽ. നിങ്ങൾക്കറിയാം, ഒരു ഇന്റേണൽ ലയബിലിറ്റിയാണ്. പ്രൊപ്രൈറ്റർ മുടക്കുന്ന മുതലാണ് ക്യാപിറ്റൽ. ബിസിനസ് സ്ഥാപനം എപ്പോഴായാലും തിരികെ നൽകേണ്ടതാണ്. അപ്പോൾ ബിസിനസ് സ്ഥാപനം സംബന്ധിച്ച് അതൊരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ 3 ലക്ഷം. 3 ലക്ഷം. അടുത്ത കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ ലഭിച്ചു. ഇൻകമാണ്. ഇൻകം എഴുതുന്ന കോളം ക്രെഡിറ്റ് എമൗണ്ട് കോളം. കമ്മീഷൻ റിസീവ്ഡ്. $8,000. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 2 എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ എന്ന് എഴുതുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ 5,61,000. ഇത്രയും എഴുതിയിടുമ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. ഐറ്റങ്ങൾ മാത്രം തന്നേക്കും. ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ എക്സ്പെൻസുകളും അസറ്റുകളും കൂടാതെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡ്രോയിങ്സും ഒരു സെയിൽസ് റിട്ടേൺ. ഇതിൽ ഇതൊന്നുമില്ല. ഡ്രോയിങ്സ് ഇല്ല, സെയിൽസ് റിട്ടേൺ ഇല്ല എങ്കിൽ അതും കൂടെ എവിടെ വരുമായിരുന്നു? ഈ കോളത്തിൽ, ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ വരുമായിരുന്നു. അതുപോലെ ട്രയൽ ബാലൻസിന്റെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ലയബിലിറ്റികളും ഇൻകവും കൂടാതെ ഒരു പർച്ചേസ് റിട്ടേൺ. അപ്പൊ പർച്ചേസ് റിട്ടേൺ ക്വസ്റ്റ്യൻ ഇല്ല എങ്കിൽ അതും കൂടെ ഈ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ വരുന്നു. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എല്ലാ ക്വസ്റ്റ്യനും ട്രയൽ ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ പാടില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ചോളൂ. ആ ക്വസ്റ്റ്യനൊക്കെ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഇനി കൂടുതൽ ഇതിനു വേണ്ടി സമയം പാഴിക്കളയേണ്ട ആവശ്യമില്ല. ആ ക്വസ്റ്റ്യനുകളെല്ലാം ട്രയൽ ബാലൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കിയതിനു ശേഷം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഇട്ട് ഫുള്ളായിട്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുവാൻ പഠിച്ച് അടുത്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ